കൊണ്ടോട്ടിയിൽ നിലംപൊത്താറായ ഒരു സർക്കാർ വിദ്യാലയം നെടിയിരുപ്പ് സ്കൂളിന്റെ ദുരവസ്ഥ ഇന്നലെ ഗുഡ് ഈവനിംഗ് ഷോയിലൂടെയാണ് നമ്മൾ പങ്കുവച്ചത്. ആ ദൃശ്യങ്ങളും കുട്ടികളുടെ പ്രതികരണങ്ങളും നമുക്ക് ഒരിക്കൽ കൂടി കാണാം. അതിനുശേഷം ഒരു വിശേഷം പറയാനുണ്ട്. മന്ത്രി അപ്പൂപ്പ, ഞങ്ങൾക്ക് നല്ല പഠിക്കാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. LKG മുതൽ 5ാം ക്ലാസ് വരെ ഈ സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ സ്കൂളിൽ ഞങ്ങൾ പഠിക്കല്. മഴ പെയ്താൽ ബാഗും ബുക്കൊക്കെ നനഞ്ഞ് എപ്പോഴാണെങ്കിലും പൊളിഞ്ഞാടാൻ സ്കൂൾ നടന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പഠിക്കാൻ പറ്റില്ല. ടീച്ചറിനായിട്ട് മാവിന്റെ ചോട്ട് വന്ന് അവിടെ നല്ല ശബ്ദമാണ്. മന്ത്രി അപ്പൂപ്പ, ഞങ്ങൾക്ക് വേണം നല്ല ഹൈടെക് സ്കൂള്. എന്തായാലും നമ്മളൊരു വാർത്താ ഫലം കാണുന്നത് അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാകുമ്പോഴാണ്, അത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുമ്പോഴാണ്, അതിൽ നടപടി ഉണ്ടാകുമ്പോഴാണ്. ഇതാ റിപ്പോർട്ടർ ഇമ്പാക്ട്. റിപ്പോർട്ടർ വാർത്തയിൽ ഇടപെട്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. നെടിയിരുപ്പ് GLP സ്കൂൾ കെട്ടിടത്തിന്റെ വിഷയം ഗൗരവമുള്ളതാണെന്ന് മന്ത്രി മനസ്സിലാക്കുന്നു. കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ലെന്ന് അദ്ദേഹം പറയുന്നു. പുതിയ സ്കൂൾ കെട്ടിടം നിർമ്മിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. എന്തായാലും ഇത് ഒരു ഗൗരവമുള്ള വിഷയം തന്നെയാണല്ലോ. കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ വേണ്ടി പാടില്ല. അടുത്ത അക്കാഡമിക് ഇയറിൽ അതിനെ ബന്ധപ്പെട്ടവർ സമീപിച്ചാൽ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട്, കെട്ടിടം കെട്ടുന്നതിന് വേണ്ടി അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോണൽ കൃഷിയാണ് ചേരുന്നത്. സോണൽ, മന്ത്രി അപ്പൂപ്പനോട് കുഞ്ഞുങ്ങൾ പറഞ്ഞത് വളരെ വിഷമത്തോടെ തന്നെയാണ്. കാരണം ക്ലാസ് മുറിയിൽ ഇരിക്കാൻ കഴിയാതെ മാവിൻ ചുവട്ടിലിരുന്ന് പഠിക്കേണ്ടി വരുന്ന ദുരവസ്ഥയെക്കുറിച്ചാണ്. ഞങ്ങൾക്കൊരു ഹൈടെക് സ്കൂൾ തരൂ എന്നാണ് കുട്ടികൾ പറഞ്ഞത്. മറ്റിടങ്ങളിലെയൊക്കെ സ്കൂളുകളുടെ വികസനം കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം അവർ അത് പറഞ്ഞതും. ഏതായാലും നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യം, ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താനായി എന്നതാണ്. ആ കുഞ്ഞുങ്ങളുടെ ശബ്ദം വിദ്യാഭ്യാസ മന്ത്രിയിലേക്ക് എത്തിക്കാനായി എന്നതാണ്. ഏതായാലും മന്ത്രി ഇടപെടുന്നു. അടുത്ത അധ്യയന വർഷം ആകുമ്പോഴേക്കും അവിടെ ഒരു കിഡിലൻ സ്കൂൾ ഒരുങ്ങും എന്നാണ് മന്ത്രി പറയുന്നത്. സോണൽ, തീർച്ചയായിട്ടും സന്തോഷം എന്നതിനപ്പുറം വലിയ ഒരുപാട് കാലത്തെ ആ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഒരു ആഗ്രഹം, അവരുടെ രക്ഷിതാക്കളുടെ ഒരു ആഗ്രഹം, അത് സാധ്യമാവാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ആ സ്കൂളിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ നമ്മളെ കണ്ണു നനയിക്കുന്ന ദൃശ്യങ്ങളാണ്. ചെറിയ പ്രീ പ്രൈമറി മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ആ പൊളിയാറായ കെട്ടിടത്തിലിരുന്നാൽ, ഏകദേശം 111 വർഷം പഴക്കമുള്ള സ്കൂളാണ്. ഇത്രയും വർഷമായത് വാടക കെട്ടിടത്തിലാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. ഈ സ്ഥലം, സ്കൂൾ ഇരിക്കുന്ന സ്ഥലം സ്വന്തമായി വാങ്ങാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു ആ പ്രദേശത്തെ ജനങ്ങളും അവിടെ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളും എല്ലാം തന്നെ ഉണ്ടായിരുന്നത്. ആ സ്ഥലം വാങ്ങിക്കാൻ വേണ്ടിയുള്ള ഏകദേശം തുകയാകുന്നത് 95 ലക്ഷത്തോളം രൂപയാണ്. അതിൽ 72ഓളം ലക്ഷം രൂപ ആ പരിസര പ്രദേശത്തുള്ളവരും രക്ഷിതാക്കളും അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ പിരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 25 ലക്ഷം രൂപ കൊണ്ടോട്ടി നഗരസഭയും ഈ സ്ഥലം വാങ്ങാൻ, സ്കൂൾ ഇരിക്കുന്ന ഈ സ്ഥലം വാങ്ങാൻ വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ നഗരസഭ നീക്കി വെച്ചിട്ടുള്ള തുക ലഭ്യമാക്കാൻ വേണ്ടിയുള്ള എല്ലാ പേപ്പർ വർക്കുകളും സ്കൂളിൻ്റെ ഭാഗത്തുനിന്നും അധികൃതരുടെ ഭാഗത്തുനിന്നും പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ നഗരസഭ സെക്രട്ടറി അതിനൊരു അനുമതി നൽകുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായി ഇവരുടെ പരാതി. സ്ഥലം ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ പുതിയ സ്കൂൾ പണിയാൻ വേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുമെന്ന വിദ്യാഭ്യാസ മന്ത്രി കൂടി പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും എത്രയും പെട്ടെന്ന് നഗരസഭാ സെക്രട്ടറി കൂടി ഇടപെട്ട ആ സ്ഥലത്തിന് അനുവദിച്ചിട്ടുള്ള പൈസ കൂടി 25 ലക്ഷം കൂടി അവർക്ക് നൽകുകയാണെങ്കിൽ ഏകദേശം ആ സ്ഥലം പൂർണ്ണമായി അവർക്ക് വാങ്ങാൻ വേണ്ടി കഴിയും. വർഷങ്ങളോളമുള്ള കൊണ്ടോട്ടി നെടിയിരുപ്പ് നിവാസികളുടെ ഒരു ആവശ്യമായിരുന്നു അത് അവസാനം പൂവണിയാൻ പോവുകയാണ്. എന്തായാലും സെക്രട്ടറി കൂടി ഇടപെട്ട വകയിരുത്തിയ തുക കൂടി അവർക്ക് നൽകുകയാണ്. പൂർണ്ണമായ സ്ഥലം വാങ്ങുകയും പുതിയൊരു കെട്ടിടം അവിടെ സുഗമമായി പഠിക്കാൻ പറ്റുന്ന ഒരു രീതി, ഒരു അന്തരീക്ഷം ആ കുട്ടികൾക്കുണ്ടാകാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ശരി, സോണൽ കൃഷ്ണയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും നെടിയിരുപ്പ് സ്കൂളിന്റെ ദുരവസ്ഥയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാവുകയാണ്. റിപ്പോർട്ടർ വാർത്തയിലാണ് മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത്. മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ ചില വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഒരുപക്ഷേ ശ്രദ്ധയിൽപ്പെടാതെ പോയതായിരിക്കാം ഇത്തരം ഒരു സ്കൂളിന്റെ കാര്യം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ വിഷയം വാർത്തയായി റിപ്പോർട്ട് ചെയ്തതും മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതും. നമുക്കിതിൽ വാദപ്രതിവാദങ്ങളോ വിവാദങ്ങളോ ഒന്നുമല്ല വേണ്ടത്. കുഞ്ഞുങ്ങൾ പറഞ്ഞതുപോലെ അവർക്ക് സമാധാനമായി സ്വസ്ഥമായി പഠിക്കാനുള്ള ഒരിടമാണ് വേണ്ടത്. അത് ഒരുക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ ഭേദമന്യേ
ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത്. ഏതായാലും മന്ത്രിയുടെ ഇടപെടൽ ഫലം കാണുന്നു. വി ശിവൻകുട്ടിക്ക് നന്ദി അറിയിക്കുകയാണ് ഈ വാർത്തയിൽ ഇടപെട്ടതിന്. ഏതായാലും സ്കൂൾ തുറക്കുമ്പോൾ പുതിയൊരു സ്കൂൾ കെട്ടിടം അവിടെ ഉയരട്ടെ, അവർക്ക് നല്ലൊരു പഠനാന്തരീക്ഷം ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ്. നമ്മുടെ സോണൽ കൃഷ്ണയ്ക്കും ഒരു പ്രത്യേക അഭിനന്ദനം. സോണലിന്റെ വാർത്തയാണ് ഫലം കണ്ടത്.